നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള 38 ഹർജികളാണ് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. വീണ്ടും പരീക്ഷ നടത്തണോ വേണ്ടോ എന്നതിൽ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി നിർണായകമാകും. വിദ്യാർത്ഥികളും അധ്യാപകരും കോച്ചിംഗ് സെന്ററുകളുമാണ് ഹർജികൾ നൽകിയത്. മെയ് 5 നടന്ന നീറ്റ് യുജി പരീക്ഷയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി മെയ് 17 ആദ്യ ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നത്. തുടർന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വേനലവധിക്ക് ശേഷം വാദം കേൾക്കാനായി ഹർജി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് 30 ഹർജികൾ കൂടി എത്തിയത്. മെയ് 5 നടന്ന പരീക്ഷയിൽ രാജ്യത്തെ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് തന്നെ പുനഃപരീക്ഷ നടത്തരുതെന്ന ആവശ്യവുമായി വിവിധ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധത്തിലായിരുന്നു. ഇതിന് പിന്നാലെ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിശോധിക്കുന്നതിനായി മുൻ UPSC ചെയർമാൻ അധ്യക്ഷതയിലുള്ള സമിതിയെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും നീതിയുക്തമായ അന്വേഷണവും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെന്റിലടക്കം വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് മലപ്പുറത്ത് 10,000-ഓളം കുട്ടികൾ പുറത്ത്. +1 ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നിട്ടും മലപ്പുറത്ത് 10,000-ഓളം കുട്ടികൾ സീറ്റില്ലാതെ പുറത്ത്. അപേക്ഷിച്ച 16,881 പേരിൽ പ്രവേശനം ലഭിച്ചത് 6,999 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. മലബാറിലെ മറ്റു ജില്ലകളിലും സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണ്. ഇന്ന് രാവിലെ മുതൽ നാളെ വൈകിട്ട് വരെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാൻ അവസരമുണ്ട്. ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റോടുകൂടി മലബാറിലെ സീറ്റ് പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിക്കപ്പെടുമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം. എന്നാൽ അലോട്ട്മെന്റ് വന്നപ്പോഴും മലപ്പുറം ജില്ലയിൽ മാത്രം 10,000-ഓളം കുട്ടികൾ പ്രവേശനം ലഭിച്ചിട്ടില്ല. കണക്ക് പ്രകാരം 9,880 കുട്ടികൾക്ക് ഇനിയും പ്രവേശനം ലഭിക്കാനുണ്ട്. ജില്ലയിൽ ഇനി ആകെ ബാക്കിയുള്ളത് വെറും 89 മെറിറ്റ് സീറ്റുകൾ മാത്രമാണ്. ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുൻപ് തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് അതിനായുള്ള നീക്കങ്ങൾ ഉണ്ടായില്ല. നിലവിലെ സ്ഥിതി വെച്ച് മലപ്പുറത്ത് മാത്രം 200-ഓളം ബാച്ചുകൾ വേണ്ടിവരും. മലബാറിലെ മറ്റു ജില്ലകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. പാലക്കാട് 8,139 അപേക്ഷകരിൽ പ്രവേശനം ലഭിച്ചത് 2,643 പേർക്ക് മാത്രമാണ്. മലപ്പുറത്തെ പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ച 2-അംഗ സമിതി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അഭിപ്രായം തേടിയ ശേഷമാകും ബാച്ച് പ്രഖ്യാപനം. രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുന്നോടിയായി പ്രവേശനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ. കൊറിയയിൽ റോബോട്ട് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി കമ്പനി. മരണം സാങ്കേതിക പിഴവ്. ടെക് ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച അമിത ജോലിഭാരം മൂലം റോബോട്ട് ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത പുറത്തു വന്നത്. ദക്ഷിണ കൊറിയയിലെ ഗുമി സിറ്റി കൗൺസിലിൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്ന റോബോട്ടാണ് ആത്മഹത്യ ചെയ്തത്. വാർത്ത വലിയ ചർച്ചാ വിഷയമായതോടെ സംഭവത്തിൽ വിശദീകരണവുമായി കമ്പനി രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവം. റോബോട്ട് ജോലി ചെയ്യുന്ന ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ 2-ാം നിലയിൽ നിന്നും താഴേക്ക് വീണ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ സോഷ്യൽ മീഡിയയിലടക്കം സംഭവം വലിയ ചർച്ചാ വിഷയമായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷകർ. സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായിരിക്കെ ആത്മഹത്യാവാദങ്ങൾ തള്ളി രംഗത്തെത്തിയിരിക്കുകയാണ് കമ്പനിയിലെ വിദഗ്ധ വിഭാഗം. സാങ്കേതിക തകരാർ മൂലമോ ചാർജ് തീർന്നത് മൂലമോ റോബോട്ട് അബദ്ധത്തിൽ താഴോട്ട് വീണതാണെന്ന് മരണകാരണമെന്നും റോബോട്ട് ആത്മഹത്യ ചെയ്തതെന്നുള്ളത് വ്യാജ വാർത്തയാണെന്നും കമ്പനി അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.